Welcome back to EaziLessons, dear students. Today in this video we are going to discuss about circular queue. And regarding the circular queue, let us look first of all let us look on to the definition. Circular queue is a linear FIFO data structure in which only two operations are permitted, that is insertion and deletion, and it also can be implemented using both statically and dynamically, similar to the linear queue. So it is very much similar to linear queue except in the case of memory utilization. Linear queue നമ്മൾ പറഞ്ഞിരുന്നു റയർ മാക്സിമം എത്തിക്കഴിയുമ്പോൾ, അതായത് മാക്സ് മൈനസ് 1 എത്തിക്കഴിയുമ്പോൾ we cannot perform further insertion. അതായത് ഫ്രണ്ടിൽ നിന്ന് എലമെൻറ്റ്സ് ഡിലീറ്റ് ചെയ്ത് പോയിട്ട് ബാക്കിൽ നമുക്ക് എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ സപ്പോസ് ഒരു 5 എലമെൻറ്റ്സ് ഉള്ള ഒരു അറയാണ്, ആദ്യത്തെ 2 എലമെൻ്റ് അവിടെ വേക്കൻ്റ് ആയിട്ടൊക്കെ എടുക്കുകയാണ്, രണ്ട് പൊസിഷൻസ്. 3ലും 4ലും 5ലും എലമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ റയർ വിൽ ബി ഈക്വൽ ടു 4. That is rare equal to n minus 1 അല്ലെങ്കിൽ max minus 1. So when rare is equal to max minus 1, even there is a space in the front portion, further insertion was not possible in the case of linear queue, isn't it? ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാനാണ് സർക്കുലാർ ക്യൂ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇൻ സർക്കുലാർ ക്യൂ വി ക്യാൻ യൂട്ടിലൈസ് മെമ്മറി ഇൻ എ മാക്സിമം വേ. ദാറ്റ് ഈസ് സർക്കുലാർ ക്യൂവിൽ ഇൻസേർഷനും ഡെലീഷനും ചെയ്യുമ്പോൾ ഒരു സർക്കുലാർ ഫാഷനിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് n-1 എത്തിക്കഴിയുമ്പോൾ വീണ്ടും സർക്കുലാർ ഫാഷനിൽ ഇൻസേർഷനും ഡെലീഷനും ചെയ്യുന്നത് കൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും മെമ്മറി. നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അറേ ഇംപ്ലിമെൻറ്റേഷനാണ് കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സർക്കുലാർ ക്യൂവിനെ നമുക്ക് എങ്ങനെയാണെന്ന് റെപ്രസെൻ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. കൺസെപ്റ്റ് നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മെമ്മറി ലൊക്കേഷനിൽ സർക്കിൾ പോലെയൊന്നും അല്ല ഇരിക്കണമെന്നുണ്ടെങ്കിലും ഫോർ മേക്കിംഗ് ദ കൺസെപ്റ്റ് മോർ ക്ലിയർ ഐ എം റെപ്രസെൻറ്റിങ് ദ ക്യൂ ഹിയർ ആസ് എ സർക്കിൾ. ശരിക്കും മെമ്മറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യൂ സാധാരണ പോലെ ഒരു കോൺസിക്വൻറ്റ് ലൊക്കേഷൻസിൽ ഒരു ലീനിയർ സ്ട്രക്ചറായിട്ട് ഇങ്ങനെ തന്നെയാണ് ക്യൂ എടുക്കുക. അപ്പോൾ ക്യൂവിൽ സപ്പോസ് വി ഹാവ് എ കപ്പാസിറ്റി ഓഫ് 5 എലമെൻറ്റ്സ്, 5 എലമെൻറ്റ്സ് ആണ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുകയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 5 എലമെൻറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യാണ്. ഓക്കെ, ഹിയർ I can store 5 elements and the index can be represented as 0, 1, 2 and 3, 4. So this is a capacity of 5 elements and this queue can be represented in a circular fashion. അപ്പോൾ ഈ ഒരു ക്യൂവിനെ നമ്മൾ ഒരു സർക്കുലാർ ഫാഷനിൽ നമ്മൾ ബെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇരിക്കുക, അതാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ദ സെയിം ക്യൂ വിച്ച് കണ്ടെയ്ൻസ് 5 elements. Okay, so the same concept is represented in a circular manner and the index is represented as 0, 1, 2, 3 and 4. And here in the same way as in the linear queue, നമ്മൾ linear queueൽ പറഞ്ഞ പോലെ തന്നെ when the queue is empty, front is equal to -1 and similarly rear will be always also equal to -1. So this condition can be represented as f equal to -1 and rear equal to -1. And for the first time when we are trying to insert an element, we have to check whether there is enough and more space here. So in this situation the queue is empty. നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രണ്ട് എംറ്റി ആണ്, ഫ്രണ്ട് -1 ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ എംറ്റി ആയതുകൊണ്ട് ഇനി ഒരു ഇൻസേർഷൻ നടക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ റീസെറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഫ്രണ്ട് ഈക്വൽ ടു 0 ആൻഡ് റയർ ഈക്വൽ ടു 0. ഫ്രണ്ടും റയറും നമ്മൾ 0 ആക്കിയിട്ടായിരിക്കും ആദ്യമായിട്ടൊരു ഇൻസേർഷൻ നടക്കുക. സോ ക്യൂ ഓഫ് റയർ ഈക്വൽ ടു ഐറ്റം എന്ന് പറയുമ്പോൾ 10 എന്ന് പറഞ്ഞൊരു എലമെൻ്റാണ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0th പൊസിഷനിലായിരിക്കും ഇൻസേർഷൻ നടക്കുക. ഓക്കെ,
വീണ്ടും നമുക്ക് നെക്സ്റ്റ് എലമെൻറ്റ് വരുന്ന സമയത്ത് 20 എന്ന് പറഞ്ഞൊരു എലമെൻറ്റിനെയും കൂടി വെക്കണം എന്ന് വിചാരിക്കുക. സോ ഇവിടെ ക്യൂ എം ടി ആണോ നോക്കുമ്പോൾ അല്ല, ഓൾറെഡി ഒരു എലമെൻറ്റ് ഉണ്ട്. സോ ഇഫ് ദ ക്യൂ കണ്ടെയ്ൻസ് ഓൾറെഡി എലമെൻറ്റ്സ്, just as in the case of linear queue, we have to increment the rear equal to rear plus 1 എന്നാക്കാണ്. അപ്പോൾ rear 0 ആയിരുന്നു, അതെന്താവും 1 ആവും. 1 ആവുന്ന സമയത്ത് നെക്സ്റ്റ് എലമെൻറ്റിനെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം ഇൻസേർഷൻ നടക്കുമ്പോഴും നമ്മൾ ലീനിയർ ക്യൂവിൽ പറഞ്ഞ പോലെ തന്നെ rear ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ട് ഓരോ എലമെൻറ്റ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ now in this condition front is equal to 0 and rear is equal to n minus 1, and in this case q is full. അപ്പോൾ q full ആവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ we can say that overflow situation വരുന്നത് എപ്പോഴൊക്കെ ഓവർഫ്ലോ വരാം, രണ്ട് കണ്ടീഷൻ ഉണ്ട് സർക്കുലർ ക്യൂവിൽ. നമുക്ക് ലീനിയർ ക്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് കണ്ടീഷൻ ഉണ്ട് ഓവർഫ്ലോ കണ്ടീഷൻസ്. ഒന്ന് ഈ ഒരു സിറ്റുവേഷനാണ് എഫ് ഈക്വൽ ടു 0 ആൻഡ് ആർ ഈക്വൽ ടു n മൈനസ് 1. സോ നൗ ദ ക്യൂ ഈസ് ഫുൾ. ഇനി നമ്മൾ അതിൽ നിന്ന് കളയാണെന്ന് വിചാരിച്ചു ഓരോ എലമെൻ്റായിട്ട്. സോ ഇൻ ദ കേസ് ഓഫ് ഡെലീഷൻ, അപ്പോൾ ഈ ഒരു ക്യൂവിനെ നമുക്ക് ഇവിടെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ശരിക്കും 10, 20, 30, 40 and 50. ഇനി സപ്പോസ് നമുക്കൊരു എലമെൻറ്റിനെ ഇതിന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കും ക്യൂ എം ടി ആണോ നോക്കും. കാരണം എം ടി ആണെങ്കിൽ നമുക്ക് ഡെലീഷൻ പോസിബിൾ അല്ല. സോ എം ടി ആണോ നോക്കുന്ന സമയത്ത് എം ടി അല്ല, അതായത് ഓവർഫ്ലോ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഇല്ല. നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് എഫ് ഈക്വൽ ടു -1 ആണോ എന്നാണ്. അപ്പോൾ എഫ് -1 ആണെന്നുണ്ടെങ്കിൽ എം ടി ആണ്. അപ്പോൾ അണ്ടർഫ്ലോ സിറ്റുവേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അണ്ടർഫ്ലോ സിറ്റുവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഓരോ എലമെൻറ്റിനായിട്ട് നമുക്ക് റിമൂവ് ചെയ്യണം. ആൻഡ് വി നോ ദാറ്റ് ഡെലീഷൻ ഈസ് ഓൾവേസ് ഡൺ ഫ്രം ഫ്രണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു എലമെൻറ്റ് പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ 10 ആയിരിക്കും ഫസ്റ്റ് പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ 10 വിൽ ബി ഗെറ്റിംഗ് ഡിലീറ്റഡ്. അപ്പോൾ 10 പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് എന്താവും, ഫ്രണ്ട് ഇൻക്രിമെൻ്റ് ചെയ്യണം. സോ ഫ്രണ്ട് ഗെറ്റ്സ് ഇൻക്രിമെൻറ്റഡ് ടു 1. അപ്പോൾ ഓരോ പ്രാവശ്യവും ഡെലീഷൻ നടക്കുന്ന സമയത്ത് ഫ്രണ്ടിലാണ് ചേഞ്ചസ് വരുന്നത്. സോ എഗെയിൻ നമ്മൾ 20 ഡിലീറ്റ് ചെയ്തു, 20യും കൂടി ഡിലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ when 20s get deleted, front again changes to 2. ഓക്കെ, ഇപ്പം നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഇതൊരു ലീനിയർ ക്യൂ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 60 എന്ന് പറഞ്ഞൊരു എലമെൻറ്റും കൂടി വെക്കണം എന്ന് വിചാരിക്കുക. പക്ഷേ when rear is equal to n minus 1 ഇൻസേർഷൻ cannot be done എന്നാണ് നമ്മൾ ലീനിയർ ക്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സർക്കുലർ ക്യൂവിൽ നമ്മൾ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ when rear is equal to n minus 1 and if there is a space in the front portion, അങ്ങനെയാണെങ്കിൽ we can reset r equal to 0. റെയറിനെ 0 ആയിട്ട് റീസെറ്റ് ചെയ്തിട്ട് സർക്കുലർ ഫാഷനിൽ നമ്മൾ ഇൻസേർഷൻ നടക്കും. അതായത് നമ്മളുടെ റെയർ എന്താവും, 0 ആവും. 0 ആയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യും. ആൻഡ് ദ ന്യൂ എലമെൻറ്റ് 60 ഈസ് ബീങ് ഇൻസേർട്ടഡ് ടു ക്യൂ ഓഫ് റെയർ. ദാറ്റ് ഈസ് 60 ഈക്വൽ ടു 60 എവിടെ വയ്ക്കും, ഇപ്പോൾ റെയർ 0 ആണ്. അപ്പോൾ പുതിയ റെയർ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് നമ്മൾ അവിടേക്ക് പ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണ്. അതായത് നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ടാണ് നമ്മൾ 16നെ ഇൻസേർട്ട് ചെയ്യണത്. 16 ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റെയർ എന്ന് പറയുന്നത് ഇപ്പോൾ 0 ആയി. ഇങ്ങനെ ഒരു സർക്കുലർ ഫാഷനിൽ ഇൻസേർഷൻ നടത്താൻ പറ്റുന്ന ഒരു ക്യൂ ആണ് നമുക്ക് സർക്കുലർ ക്യൂ. ഡെലീഷനും ഇതുപോലെ ഇപ്പോൾ ഫ്രണ്ട് 2 ആണ്. അപ്പോൾ ഇനി പോകുന്നത് എപ്പോഴും എന്തായിരിക്കും, 30 ആയിരിക്കും. അത് കഴിഞ്ഞാൽ 40 പോവും, 50 പോവും. ഫ്രണ്ട് n minus 1 എത്തിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഫ്രണ്ടിനെ റീസെറ്റ് ചെയ്ത് 0 ആക്കിയിട്ട് 16നെ ഡിലീറ്റ് ചെയ്യും.
അപ്പോൾ ഇൻസേർഷൻ അൽഗോരിതംസും ഡെലീഷൻ അൽഗോരിതംസും ആണ് നമ്മൾ കാണുക. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻസേർഷൻ അൽഗോരിതം ആണ്. While doing an insertion, what all things we have to be kept in mind. So first of all, while inserting an element, we have to check whether there is a maximum number of elements in the queue. അപ്പോൾ ഫുള്ളായിട്ടാണോ ക്യൂ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മളൊക്കെ ആദ്യം ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻസേർഷൻ നടക്കില്ല. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഈക്വൽ ടു ഇഫ് എഫ് ഈക്വൽ ടു 0 ആൻഡ് ആർ ഈക്വൽ ടു n-1, ഓർ ഇവിടെ ഒരു അഡീഷണൽ കണ്ടീഷനും കൂടി ഉണ്ട്. അത് ഞാൻ ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫ്രണ്ട് ഈക്വൽ ടു റെയർ പ്ലസ് 1. അതായത് ഈ സർക്കുലാർ ഇൻസേർഷൻ നടന്ന് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്തുമ്പോൾ ക്യൂ ഫുള്ളാവുമ്പോഴും അവിടെ ഓവർഫ്ലോ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ രണ്ട് കണ്ടീഷൻസാണ് നമ്മൾ ഓവർഫ്ലോ ആണോ എന്ന് അറിയാൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓവർഫ്ലോ ആണെന്ന് പറഞ്ഞ് ഇൻസേർഷൻ ചെയ്യാതെ നമ്മുടെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. അതല്ല ഓവർഫ്ലോ സിറ്റുവേഷൻ ഇല്ലെങ്കിൽ സ്റ്റെപ്പ് 2ലേക്ക് വരും. സ്റ്റെപ്പ് 2ൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്റ്റെപ്പ് 2ൽ ചെയ്യുന്നത് ഇഫ് എഫ് ഈക്വൽ ടു -1 വെദർ എം ടി ആണോ, ക്യൂ എം ടി ആണെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എഫും റെയറും 0 ആക്കി റീസെറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ വി ആർ ഡിസൈഡിങ് ദ കറക്റ്റ് പൊസിഷൻ ടു ബി ഇൻസേർട്ടഡ്. റെയർ തീരുമാനിക്കുന്നു, എന്നിട്ട് തേർഡ് സ്റ്റെപ്പിലാണ് ഇൻസേർഷൻ നടക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇൻസേർഷൻ നടക്കുകയാണെങ്കിൽ റെയർ 0 ആയിരിക്കണം. ഒപ്പം നമ്മൾ ഫ്രണ്ടും കൂടി 0 ആക്കുകയാണ്, ബിക്കോസ് ഫ്രണ്ട് -1 ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ഇൻസേർഷനിൽ മാത്രം ഫ്രണ്ടിനും റെയറിനും ചേഞ്ചസ് വരും. എൽസ് ഇഫ് ആർ ഈക്വൽ ടു n-1, ദാറ്റ് ഈസ് നേരത്തെ നമ്മൾ കാണിച്ചു ഫിഗറിൽ സർക്കുലാർ ഫാഷനിൽ അറ്റം എത്തിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ആർ ഷുഡ് ബി റീസെറ്റ് ടു 0. എൽസ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ സിറ്റുവേഷൻ ആണ്. ദാറ്റ് ഈസ് കുറച്ച് എലമെൻറ്റ്സ് അവിടെ ഉണ്ട് ബിഗിനിങ്ങിൽ 1, 2 പൊസിഷനിലുണ്ട്. തേർഡ് എലമെൻറ്റിലാണ് നിങ്ങൾക്ക് ഇൻസേർഷൻ നടത്തേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആറിനെ ഇൻക്രിമെൻറ്റ് ചെയ്താൽ മതി. And finally, after deciding the correct position of rare, in the third step, we are inserting the item to rare. നമ്മൾ റെയറിലേക്ക് നമ്മുടെ ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇത് നമുക്ക് ഒരു പിക്ചർ വെച്ചിട്ട് അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക്കലി എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണാം. ഞാൻ ഫസ്റ്റ് കണ്ടീഷൻ തുടങ്ങിയാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ക്യൂ ഫുള്ളായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഒരു 2 എന്ന് പറഞ്ഞ എലമെൻ്റ് ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്. ആൻഡ് സോ ദ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0 ആൻഡ് റെയർ ഈസ് ഈക്വൽ ടു 4, ദാറ്റ് ഈസ് n-1. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഓവർഫ്ലോ, അതായത് ഇനി നമുക്ക് 12 എന്ന് പറഞ്ഞൊരു എലമെൻറ്റിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. സോ ലെറ്റ് ദ ഐറ്റം ഈസ് ഈക്വൽ ടു 12 ആൻഡ് വി വോണ്ട് ടു ഇൻസേർട്ട് ദ ഐറ്റം ഇൻ ടു ദ ക്യൂ. Okay, so first of all we have to check whether the queue is full. So the item to be inserted is 12. The first condition is overflow situation. We have to check whether there is an overflow condition. So f equal to 0 and rare is equal to n-1. That is, here it is an overflow situation. So insertion cannot be done. And suppose after some time we are deleting 2. 2നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിക്കുക. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ 2നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതുപോലെ 4നെയും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സോ നൗ ദ എഫ് ഈസ് ഈക്വൽ ടു 2 അല്ലേ? ഇപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്നത് 2 ആണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് പുതിയൊരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യും, ഓവർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓവർഫ്ലോ ഇപ്പോൾ ഞാൻ ഒരു കണ്ടീഷനെ പറഞ്ഞിട്ടുള്ളൂ, ഓവർഫ്ലോ അല്ല എന്നുണ്ടെങ്കിൽ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യും. എം ടിയും അല്ല, കാരണം എഫ് ഈക്വൽ ടു -1 അല്ല. സോ നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു സർക്കുലാർ ഇൻസേർഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ സർക്കുലാർ ഇൻസേർഷൻ്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് ഇഫ് റെയർ ഈസ് ഈക്വൽ ടു n-1. ഇവിടെ നോക്കുമ്പോൾ ദാറ്റ് കണ്ടീഷൻ ഈസ് ട്രൂ അല്ലേ? റെയർ ഈക്വൽ ടു 4, ദാറ്റ് ഈസ് റെയർ ഈക്വൽ ടു n-1. സോ ഇവിടെ നമുക്ക് സർക്കുലാർ ഇൻസേർഷൻ നടക്കാനായിട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആറിനെ റീസെറ്റ് ചെയ്യണം. 0 ആയിട്ട് റീസെറ്റ് ചെയ്തിട്ടാണ് ഐറ്റം 12നെ നമ്മൾ ഇവിടെ വയ്ക്കുക. അപ്പോൾ ഐറ്റം 12 എവിടെ വന്ന് ഇൻസേർട്ട് ആവും? 0th പൊസിഷനിൽ
ഇൻസേർട്ട് ആവും. ദാറ്റ് ഈസ് റയർ ഈസ് ഈക്വൽ ടു 0 നൗ. ഇനി സപ്പോസ് നിങ്ങൾക്ക് 14 എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ആണ് ഇനി ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പം ഇപ്പോൾ നമ്മുടെ റയർ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. സോ നെക്സ്റ്റ് പൊസിഷനിലാണ് നമുക്ക് ഇൻസേർഷൻ നടക്കുക. സോ റയർ ഗെറ്റ്സ് ഇൻക്രിമെൻറ്റഡ്. റയർ ഈക്വൽ ടു റയർ പ്ലസ് 1 ആൻഡ് റയർ ബിക്കംസ് 1. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് പൊസിഷനിലായിരിക്കും 14നെ ഇൻസേർട്ട് ചെയ്യുക. സോ നൗ ദ റയർ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്ത സിറ്റുവേഷൻ നോക്കുക. എനിക്ക് 16 എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. ഇവിടെ ക്യൂ ഈസ് ഫുൾ അല്ലേ? പക്ഷെ ഇവിടെ ഫ്രണ്ട് ഈക്വൽ ടു 0 ആൻഡ് റയർ ഈക്വൽ ടു n-1 ആണോ? അല്ല. ഫ്രണ്ട് എന്ന് പറയുന്നത് 2ഉം റയർ എന്ന് പറയുന്നത് ഇപ്പോൾ 1ഉം ആണ്. നമ്മുടെ ന്യൂ റയർ എന്ന് പറയുന്നത് 1ഉം ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, അതായത് സർക്കുലാർ ഇൻസേർഷൻ കഴിഞ്ഞിട്ട് ക്യൂ ഫുള്ളാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതും നമുക്ക് ഓവർഫ്ലോ സിറ്റുവേഷനിൽ കൺസിഡർ ചെയ്യണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 2 കണ്ടീഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഫ്രണ്ട് ഈക്വൽ ടു റയർ പ്ലസ് 1 അല്ലേ? ഇപ്പോൾ ഫ്രണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2 റയർ എന്ന് പറയുന്നത് എത്രയാണ്? 1 പ്ലസ് 1. സോ ദ കണ്ടീഷൻ ഈസ് ട്രൂ. So 2 conditions are there to be checked for overflow. F equal to 0 and rare equal to n-1 or friend equal to rare plus 1. ഇനി എം ടി ആണ് ക്യൂ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അപ്പോൾ നമ്മുടെ സപ്പോസ് നമ്മുടെ ക്യൂ എം ടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് നമുക്ക് ഒറ്റ എലമെൻസും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മളുടെ ഫ്രണ്ടും റയറും ഓട്ടോമാറ്റിക്കലി -1 ആയിരുന്നിട്ടുണ്ടാവും. സോ വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു റീസെറ്റ് ദ റയർ ആൻഡ് ഫ്രണ്ട് ഈക്വൽ ടു 0. പഴയ അപ്ഡേഷൻസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്, കൺഫ്യൂഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഹിയർ ഫ്രണ്ട് ആൻഡ് റയർ ക്യാൻ ബി സെറ്റ് ടു 0 ആൻഡ് ദ ഫസ്റ്റ് ഇൻസേർഷൻ ക്യാൻ ബി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇൻസേർഷനിൽ ഫ്രണ്ടും റയറും സെയിം ആയിരിക്കും. 2 നമ്മൾ 0 ആക്കുന്നു ആൻഡ് ദ എലമെൻറ്റ് ഈസ് ഇൻസേർട്ടഡ് ഹിയർ. അപ്പോൾ ഇങ്ങനെയാണ് സർക്കുലർ ക്യൂവിൽ ഇൻസേർഷൻ നടക്കുക. വി ഹാവ് ടു ചെക്ക് ദ ഓവർഫ്ലോ സിറ്റുവേഷൻ ഇനീഷ്യലി, ദെൻ വി ഹാവ് ടു ചെക്ക് വെദർ ദ ക്യൂ ഈസ് empty, and if it is empty, f and rare is set to 0, and then we have to check whether then there is a condition for circular insertion, that is if r equal to n-1, so the r should be reset to 0 and then element is inserted at the 0th position in a circular way. And then the other condition is that a normal situation എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു എലമെൻ്റ് ഉണ്ട്, 12 ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ജസ്റ്റ് ഇൻക്രിമെൻറ്റ് ദ റയർ ടു നെക്സ്റ്റ് പൊസിഷൻ ആൻഡ് വി ക്യാൻ ഇൻസേർട്ട് ദ എലമെൻറ്റ് ടു ദ നെക്സ്റ്റ് പൊസിഷൻ. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഇൻസേർഷൻ ഓഫ് എ സർക്കുലർ ക്യൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻസോ സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ ഡെലീഷൻ. ഡെലീഷൻ അൽഗോരിതത്തിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷനോടെ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമുക്ക് ഫ്രണ്ട് -1 ആണോ? ഫ്രണ്ട് -1 ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് അർത്ഥം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അണ്ടർഫ്ലോ ആണെന്ന് പറഞ്ഞ് നമ്മുടെ പ്രോഗ്രാം തിരിച്ചു പോകും. അതല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരും. ക്യൂവിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഐറ്റത്തിനെ നമ്മൾ ഐറ്റം എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് ജസ്റ്റ് കോപ്പി ചെയ്യാണ്. ഇനി ആ ഒരു എലമെൻ്റാണ് റിമൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ എലമെൻറ്റ് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ, തേർഡ് സ്റ്റെപ്പിൽ വി ഹാവ് ടു സേ വാട്ട് ഈസ് ദ കറൻറ്റ് പൊസിഷൻ ഓഫ് ഫ്രണ്ട് ആൻഡ് റയർ ആഫ്റ്റർ ദ ഇൻസേർഷൻ ഓഫ് ഫ്രണ്ട് എലമെൻറ്റ്. ഫ്രണ്ട് എലമെൻറ്റ് പോയി കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഫ്രണ്ടും റയറും എന്തായിരിക്കും എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ റീസെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ റീസെറ്റിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ക്യൂവിൽ ആകെ ഒരു എലമെൻറ്റേ ഉണ്ടായിരുന്നുണ്ടാവുള്ളൂ. ആ എലമെൻറ്റ് പോയി കഴിഞ്ഞാൽ ഫ്രണ്ടും റയറും നമ്മൾ എന്തായിട്ട് റീസെറ്റ് ചെയ്ത് വെക്കണം? നമ്മളുടെ ക്യൂ empty ആയി. സോ എഫ് ആൻഡ് ആർ ഷുഡ് ബി റീസെറ്റ് ടു -1. അല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്, സർക്കുലാർ ഡെലീഷൻ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഡിലീറ്റ് ചെയ്ത് എലമെൻറ്റ് നമുക്ക് എൻഡ് എത്തിക്കഴിയുമ്പോൾ, ദാറ്റ് ഈസ് n-1 എത്തിക്കഴിയുമ്പോൾ അഗെയിൻ ദ ഫ്രണ്ട് ഷുഡ് ബി റീസെറ്റ് ടു 0. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു നോർമൽ ഡെലീഷനാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ സപ്പോസ് ഒരു 5 എലമെൻറ്റ്സ് വെക്കാൻ പറ്റുന്ന ഒരു ക്യൂ ആണ്. അതിൽ 10, 20, 30, 40 ഇങ്ങനെ 4 എലമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് എലമെൻറ്റിനെ 10 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദ ഫ്രണ്ട് വിൽ ബി 1. അപ്പോൾ ഫ്രണ്ടിനെ നമുക്ക് ജസ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് തേർഡ് കണ്ടീഷൻ. ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിനെ റീസെറ്റ് ചെയ്തിട്ട് വേണം ഡെലീഷൻ അവസാനിപ്പിക്കാൻ. അപ്പോൾ നമുക്ക് ഫിഗർ വെച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ,
So here while deleting an element we have to check whether the queue is empty. Empty ആണോ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അണ്ടർഫ്ലോ നമുക്ക് സിറ്റുവേഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ ഫ്രണ്ട് -1 ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കൂ ഫ്രണ്ട് -1 ആണ്. സോ ദർ ഈസ് നോ ചാൻസ് ഓഫ് ഡെലീഷൻ. അപ്പോൾ നമ്മൾ ക്യൂ അണ്ടർഫ്ലോ ആണെന്നൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യിപ്പിക്കാം. ഇനി അതല്ല നമുക്ക് ആകെ ഒരു എലമെൻറ്റ്, ഇപ്പോൾ സപ്പോസ് നമ്മുടെ ക്യൂവിൽ ആകെ 10 എന്ന് പറഞ്ഞൊരു എലമെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ. സോ അവർ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0 ആൻഡ് അറ്റ് ദ സെയിം ടൈം റെയർ ഈസ് ഓൾസോ ഈക്വൽ ടു 0. So when f is equal to r, that means the queue contains only a single element. അതാണ് നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നത്, വെദർ f ഈക്വൽ ടു r ആണോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എലമെൻറ്റിനെയാണ് നമ്മൾ ഐറ്റത്തിലേക്ക് എടുത്തു വെച്ചത് അല്ലേ. അപ്പോൾ ഈ ഒരു 10 എന്ന് പറഞ്ഞ എലമെൻറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് പോവാണ്. ആക്ച്വലി മെമ്മറിയിൽ നിന്ന് നമുക്ക് ഒരു സ്റ്റാറ്റിക് അറിയാവുമ്പോൾ റിമൂവ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് കൺസെപ്റ്റ് ക്ലിയർ ആവാൻ ഞാനിതിനവിടെ നിന്ന് കളയാണ്. 10നെ നമ്മൾ റിമൂവ് ചെയ്യണം, ഐറ്റത്തിലേക്ക് എടുത്ത് കോപ്പി ചെയ്താൽ. അപ്പോൾ 10 പോവുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൺ, എഫ് ആൻഡ് ആർ ഷുഡ് ബി റീസെറ്റ് ടു -1. അതായത് നമ്മുടെ ക്യൂ വീണ്ടും എം ടി എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിലേക്ക് പോവാണ്. സോ എഫ് ആൻഡ് ആർ ഷുഡ് ബി റീസെറ്റ് ടു -1. ദിസ് ഈസ് എ സെക്കൻഡ് കണ്ടീഷൻ. And the third condition is that suppose our queue is in a situation 10, 20 delete ചെയ്ത് പോയി, 30 ഉണ്ട്, ഇവിടെ 40 ഉണ്ട്, 50 ഉണ്ട്. അതുപോലെ സർക്കുലാർ ഇൻസേർഷൻ കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് 60 ഉണ്ട്, 70 ഉണ്ട്. അങ്ങനെ നിൽക്കുകയാണ് നമ്മളുടെ ക്യൂ. ഓക്കെ, സോ ഫ്രണ്ട് എന്ന് പറയുന്നത് 2 ആണ്. നമ്മൾ സർക്കുലാർ ഇൻസേർഷൻ ചെയ്തപ്പോൾ സർക്കുലാർ ഫാഷനിൽ പുറത്തു കൂടെ എലമെൻറ്റ്സ് വന്നു എന്നുണ്ടെങ്കിലും ഫ്രണ്ട് വിൽ ബി 2 ആൻഡ് റെയർ ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ഇൻസേർട്ടഡ് ഐറ്റം. പൊസിഷൻ ഓഫ് ദ ലാസ്റ്റ് ഇൻസേർട്ടഡ് ഐറ്റം ഈസ് 1. സോ ദാറ്റ് ഈസ് റെയർ ഈക്വൽ ടു 1. ഇങ്ങനെയാണ് നമുക്ക് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ആൻഡ് സപ്പോസ് വി വോണ്ട് ടു ഡിലീറ്റ് ആൻ ഐറ്റം. അപ്പോൾ ഫ്രണ്ടിലത്തെ എലമെൻറ്റിനെയാണ് നമ്മൾ ഐറ്റത്തിലേക്ക് എടുത്തു വയ്ക്കുന്നത്. സോ 30 വിൽ ബി കോപ്പീഡ് ഓൺ ടു ദ ഐറ്റം, ദാറ്റ് ഈസ് 30 ഈസ് ഗോയിങ് ടു ബി ഡെലീറ്റഡ്. 30 ഡെലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിനെ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്താൽ മതി. സോ ഫ്രണ്ട് ബിക്കംസ് 3. ഓക്കെ, ആൻഡ് സപ്പോസ് നമ്മൾ 14നെ ഡെലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. 14നെ ഡെലീറ്റ് ചെയ്യുന്ന സമയത്ത് അഗെയിൻ ഫ്രണ്ട് ഷുഡ് ബി ഇൻക്രിമെൻറ്റഡ് ടു 4 ആൻഡ് അഗെയിൻ അടുത്ത സിറ്റുവേഷൻ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് എന്ന് പറയുന്നത് 4 ആണ്, n-1 ആണ് അല്ലേ. ഇനി നമ്മൾ 15നെയാണ് ഡെലീറ്റ് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കുക. 15നെ ഡെലീറ്റ് ചെയ്യുന്ന സമയത്ത് 50 when after being copied onto the variable item we have to reset the position of friend. So 15നെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വി ആർ ചെക്കിങ്, അതായത് ഇപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് n-1 ആയിരുന്നു. സോ ദാറ്റ് ഈസ് ഇഫ് ഫ്രണ്ട് ഈക്വൽ ടു n-1, 50 ഇരുന്നിരുന്നത് n-1ലാണ്. സോ ഇഫ് എഫ് ഈക്വൽ ടു n-1 then f should be reset to 0. അതായത് ഇനി നമ്മളുടെ f എന്ന് പറയുന്നത് 0 ആയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യണം. സോ എഫ് വീണ്ടും 0 ആവും. ഓക്കെ, റെയർ 1 ആണ്. നമ്മൾ നേരത്തെ റെയറോടെ എടുക്കുന്നതാണ്. ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് 50 പോയി കഴിയുമ്പോൾ എഫ് വിൽ ബി റീസെറ്റ് ടു 0. അപ്പോൾ ഇതിനെയാണ് സർക്കുലാർ ഡെലീഷൻ എന്ന് പറയുന്നത്. അതായത് 50 കഴിഞ്ഞാൽ ഇനി ഡെലീഷൻ നമുക്ക് 60 നടക്കണം. സോ എഫ് ഷുഡ് ബി റീസെറ്റ് ടു 0. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഇൻ ഡെലീഷൻ of a circular queue. So first of all we have to check whether the queue is empty, that is f equal to -1, and if it is an empty we should display a message that the queue is empty and deletion cannot be performed. And after that we have to check whether the queue contains only a single element, that is f equal to r. Then after removing that single element f and r should be reset to -1. And then we have to check whether f equal to n-1, that is we are deleting the last element in the queue and there is further elements in the front portion. അപ്പോൾ ലാസ്റ്റ് എലമെൻറ്റ് നമ്മൾ മീൻസ് n-1th എലമെൻറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 0ലേക്ക് ഫ്രണ്ടിനെ റീസെറ്റ് ചെയ്ത് വെച്ചിട്ട് സർക്കുലാർ ഫാഷനിൽ ഡെലീഷൻ നടക്കണം. ആൻഡ് ഇൻ ദ അതർ സിറ്റുവേഷൻ, നോർമൽ സിറ്റുവേഷനിലാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഫ്രണ്ടിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന പോർഷൻസ് നമുക്ക് ഡയഗ്രമാറ്റിക്കലി എല്ലാ കണ്ടീഷൻസും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോർമൽ ഡെലീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് 0 ആണ്, നമ്മൾ 16നെ കളയുകയാണെങ്കിൽ ഫ്രണ്ട് വിൽ ബി ഇൻക്രിമെൻറ്റഡ് ടു 1. സിമ്പിൾ ഡെലീഷൻ, അതാണ് ലാസ്റ്റ് വൺ. ആൻഡ് ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഡെലീഷൻ. ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ദ പ്രോഗ്രാം. ഓക്കെ,
So here is a program for circular queue implementation using array. After including all the header files, we have defined a symbolic constant max which is equal to 5. And there are three functions: insert, delete and display functions. And in the case of insert function, the arguments are an integer array and an item, that is in an integer. And in the other two functions, only an array is being passed as an argument. And initially we have declared two global variables f and r as a -1. And in the main function, a menu is being displayed inside the loop. So the menu will be displayed continuously until the user enters exit option. So first of all, the menu will be displayed and the user can enter the choice. And we are checking the value of choice using switch case. And if the choice is equal to 1, that is insertion, an item is being read from the user and insert function is being called. While calling the insert function, we are passing the queue, that is array, and item to be inserted as argument, and the function will go to the insert function definition. Here, the definition is written as void insert int cq and int item. Here, first of all, we are checking whether the queue is in an overflow situation, that is f equal to 0 and r equal to max -1, or we have mentioned that there are two conditions for overflow, f equal to r plus 1. And if that condition arises, we have to print an error message, that is queue overflow. Otherwise, a program control will be shifted to the else part, and we are checking whether the queue is empty here. If f equal to -1, we have to reset f and r equal to 0. That is, first insertion, front and rear is set to 0. And in the next else part, we are checking whether rear is equal to max -1, that is circular deletion. So we are checking whether the queue is empty. And in the second situation, we are checking whether it is a condition of circular insertion. And if there is a condition of circular insertion, we have to reset r equal to 0. And else part means a normal situation, that is queue contains some elements and some empty spaces at the back. So we just want to increment the rear as in the normal insertion. Okay, and after deciding the proper position of rear, we will be placing the item to the new rear, and a message is being displayed as one item is being inserted. And after performing the function, the program control returns back to the calling statement. And ഇവിടെ നമ്മൾ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. സോ ആ കേസ് ബ്രേക്ക് ചെയ്യും, സ്വിച്ചിന് പുറത്തേക്ക് വരും, ഡു വൈൽ ലൂപ്പിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ചോയ്സ് 1 ആയിരുന്നു നമ്മൾ കൊടുത്തിട്ടത്, 1 നോട്ട് ഈക്വൽ ടു 4, കണ്ടീഷൻ ഇസ് അഗെയിൻ ട്രൂ. സോ മെനു വിൽ ബി അഗെയിൻ ഡിസ്പ്ലേഡ് ആൻഡ് സപ്പോസ് ദ യൂസർ എൻറ്റേഴ്സ് എ സെക്കൻഡ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് കേസ് 2 ആണ്, മാച്ചിങ് ആണ് ചെക്ക് ചെയ്യുമ്പോൾ. സോ ദ പ്രോഗ്രാം കൺട്രോൾ വിൽ ബി ടേക്കൺ ടു ദ del ഫംഗ്ഷൻ ആൻഡ് ഹിയർ ദ ക്യൂ ഈസ് ബീങ് പാസ്ഡ് ഓൺ ടു ദ ഫംഗ്ഷൻ ആസ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഡിലീറ്റ് ഫംഗ്ഷനിൽ എത്തുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാകുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ചെക്ക് വെദർ ദ ക്യൂ ഈസ് എംറ്റി. സോ എഫ് ഈക്വൽ ടു -1 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു, ക്യൂ എംറ്റി ആണെന്ന് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. എൽസ് എന്ത് ചെയ്യുന്നു? ഫ്രണ്ടിലെ എലമെൻറ്റ്, എൽസ് എന്ന് പറഞ്ഞാൽ ക്യൂ കണ്ടെയ്ൻസ് എലമെൻറ്റ്സ് എന്നർത്ഥം. അപ്പോൾ അതിൽ ഫ്രണ്ടിലെ എലമെൻറ്റിനെ നമ്മൾ ഐറ്റം എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് എടുത്തു വെച്ചു. ആൻഡ് ആഫ്റ്റർ റിമൂവിങ് ദാറ്റ് പെർട്ടിക്കുലർ ഐറ്റം വി ഹാവ് ടു റീസെറ്റ് ദ വാല്യൂ ഓഫ് ഫ്രണ്ട് ആൻഡ് റെയർ. സോ വി ആർ ചെക്കിംഗ് വെദർ ദ ക്യൂ വാസ് ഹാവിങ് എ സിംഗിൾ എലമെൻറ്റ്. നമ്മളിപ്പോൾ കളഞ്ഞ എലമെൻറ്റ് ഒരു സിംഗിൾ എലമെൻ്റ് ആയിരുന്നു എന്ന് ചെക്ക് ചെയ്യുന്നു. ആൻഡ് ഇഫ് ഇറ്റ് വാസ് എ സിംഗിൾ എലമെൻറ്റ്, എഫ് വുഡ് ഹാവ് ബീൻ ഈക്വൽ ടു റെയർ. എഫും റെയറും സെയിം ആയേനെ. അങ്ങനെയാണെങ്കിൽ ആ എലമെൻറ്റ് പോയി കഴിയുമ്പോൾ നമ്മളുടെ ക്യൂ എംറ്റി ആയി. സോ എഫ് ആൻഡ് ആർ ഈസ് സെറ്റ് ആസ് -1. എൽസ് ഇഫ് മാക്സ് -1, ദാറ്റ് ഈസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒരു എൻഡ് എത്തിക്കഴിഞ്ഞു. വീണ്ടും നമുക്ക് സർക്കുലർ ഇൻസേർഷൻ വഴി ഫ്രണ്ടിൽ ഇനിയും എലമെൻറ്റ്സ് ഉണ്ട് കളയാൻ എന്നുണ്ടെങ്കിൽ എഫ് മാക്സ് -1 എത്തിക്കഴിയുമ്പോൾ എഫിനെ നമ്മൾ 0 ആയിട്ട് റീസെറ്റ് ചെയ്യണം. ഇതല്ലാത്ത ഒരു നോർമൽ സിറ്റുവേഷനിൽ, അതായത് 10, 20, 30 ഇങ്ങനെ 3 എലമെൻറ്റ്സ് ഇരിക്കുന്നുണ്ട്. 10 പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇനി ഫ്രണ്ട് എന്ന് പറയുന്നത് 20 ആയിരിക്കും. അപ്പോൾ ഒരു നോർമൽ ഡെലീഷനാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ എന്താ ഉണ്ടാവുക? ഫ്രണ്ടിനെ നമ്മൾ ജസ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്ത് വെച്ചാൽ മതി. ആൻഡ് ആഫ്റ്റർ റീസെറ്റിംഗ് ദ ഫ്രണ്ട് ആൻഡ് റെയർ, ഫംഗ്ഷൻ തിരിച്ചു പോകും, വിളിച്ച സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകും. അവിടെ നമ്മളൊരു ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, ഏത് ഐറ്റമിനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തിട്ട് ഫംഗ്ഷൻ റിട്ടേൺസ് ബാക്ക്. എഗെയിൻ അവിടെ ചെല്ലുമ്പോൾ
ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണും. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ സ്വിച്ച് കേസ് ബ്രേക്ക് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വൈൽ ലൂപ്പിൻ്റെ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. ചോയ്സ് 2 ആയിരുന്നു. 2 നോട്ട് ഈക്വൽ ടു 4. കണ്ടീഷൻ ഈസ് ട്രൂ. സോ അഗെയിൻ ദ പ്രോഗ്രാം വിൽ ബി ടേക്കൺ ബാക്ക് ടു ദ മെനു വിൽ ബി ഡിസ്പ്ലേഡ് ആൻഡ് യൂസർ എൻറ്റേഴ്സ് ഡിസ്പ്ലേ ഓപ്ഷൻ. ഡിസ്പ്ലേയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സർക്കുലർ ക്യൂവിൽ ഡിസ്പ്ലേ ഓപ്ഷനിലേക്ക് വരും. അപ്പോൾ കേസ് 3യിലാണ് മാച്ചിങ് കാണുക. ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്യും. ഫംഗ്ഷൻ്റെ കൺട്രോള് മീൻസ് പ്രോഗ്രാമിൻ്റെ കൺട്രോള് ഫംഗ്ഷനിലേക്ക് വരും. ഡിസ്പ്ലേ ഫംഗ്ഷനിലേക്ക് വരും. ഈ ഡിസ്പ്ലേ ഫംഗ്ഷന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ലീനിയർ ക്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ആദ്യം തന്നെ നമ്മൾ നോർമലി ക്യൂ എം ടി ആണോ നോക്കുന്നു. ആണെങ്കിൽ എം ടി ആണെന്ന് പറയുന്നു. അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻസ് വരാം ഡിസ്പ്ലേയിൽ. അതായത് നമ്മുടെ ക്യൂ സപ്പോസ് നിങ്ങളൊന്ന് ഞാൻ പറയുമ്പോൾ വരച്ച് നോക്കുക. ക്യൂവിൽ 10, 20, 30, 40 നോർമലി ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫ്രണ്ട് 0യും റയർ 3യുമാണ്. അപ്പോൾ ഫ്രണ്ട് ചെറുതും റയർ വലുതുമാണ്. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഇവിടെ ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ള കണ്ടീഷൻ ഫ്രണ്ട് വലുതും റയർ ചെറുതുമാണെങ്കിൽ എന്നാണ്. അതൊരു അബ്നോർമൽ സിറ്റുവേഷനാണ്. എൽസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ചെറുതും റയർ വലുതും. ഇതൊരു നോർമൽ സിറ്റുവേഷനാണ്. ഇവിടെ നമുക്ക് ലീനിയർ ക്യൂ പോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇഫ് എഫ് ഐ ഈക്വൽ ടു എഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യാം. നമ്മളുടെ ക്യൂവിൽ ഞാൻ പറഞ്ഞ ഫിഗർ അനുസരിച്ച് 10, 20, 30, 40 ആണ് കിടക്കണമെന്നുണ്ടെങ്കിൽ. ബട്ട് ഇഫ് ദ ക്യൂ കണ്ടെയ്ൻസ് ഇങ്ങനെയാണ് എലമെൻ്റ് എന്ന് വിചാരിക്കുക. സർക്കുലാർ ഇൻസേർഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ക്യൂവിൽ 30 വരെയാണ് എലമെൻറ്റ്സ് ഉള്ളൂ. 30, 40, 50 അത് കഴിഞ്ഞ് സർക്കുലാർ ഇൻസേർഷൻ വഴി 16, 17 വന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ക്യൂവിന് നമുക്ക് ഇപ്പോൾ ക്യൂവിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് 30 ആണ്, അതായത് 2 ആണ്. റയർ എന്ന് പറയുന്നത് 1 ആണ്, അതായത് 70 ആണ് സർക്കുലാർ ഫാഷനിൽ നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഫ്രണ്ട് വലുതും റയർ ചെറുതുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ 2 ഫോർ ലൂപ്പ് ഇട്ടിട്ട് വേണം നമുക്ക് ഇതിനെ പ്രിൻ്റ് ചെയ്യാനായിട്ട്. അതായത് ആദ്യം ഫ്രണ്ട് തുടങ്ങി ഒരറ്റം വരെ -1 വരെ പ്രിൻ്റ് ചെയ്യണം. എന്നിട്ട് 0 തുടങ്ങി റയർ വരെ പ്രിൻ്റ് ചെയ്യണം. അങ്ങനൊരു സ്പെഷ്യൽ കേസ് ഉണ്ട്. അത് ഞാൻ ഫിഗർ വെച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് എനിവേ നമ്മളുടെ ഡിസ്പ്ലേ ഫംഗ്ഷൻ. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. വീണ്ടും മെനു ഡിസ്പ്ലേ ചെയ്യുന്നു. എക്സിറ്റ് ഓപ്ഷനാണ് നമ്മൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രോഗ്രാമിനെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഒരു മെനു ഡിസ്പ്ലേ ചെയ്തു. ഇൻസേർഷൻ എടുത്തു. ഞാൻ 10 ആണ് കൊടുത്തതെന്ന് വിചാരിക്കാം. വീണ്ടും ഞാൻ ഇൻസേർഷൻ എടുത്തു. 20 കൊടുത്തു. വീണ്ടും ഇൻസേർഷൻ എടുത്തു. 30 കൊടുത്തു. വീണ്ടും ഇൻസേർഷൻ എടുത്തു. 4 കൊടുത്തു. പ്രോഗ്രാം എക്സിറ്റായി. വീണ്ടും നമുക്കൊന്ന് റൺ ചെയ്യുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഞാൻ 2 കൊടുത്തു, ഓപ്ഷൻ 1 കൊടുത്തു, 2 കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കവിടെ ക്യൂ അണ്ടർഫ്ലോ ആണ്, ഒന്നും പ്രിൻ്റ് ചെയ്യാനില്ല എന്ന് പറയും. ഓക്കെ, ഇൻസേർഷൻ കൊടുത്തു കഴിഞ്ഞാൽ 2 ഇൻസേർഷൻ ഞാൻ ഒരു 5 എലമെൻറ്റ്സ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഉണ്ടോ, 5 എലമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ക്യൂ ഓവർഫ്ലോ ആണെന്ന് പറയും. ഓക്കെ, ഇനി ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഫസ്റ്റ് 2 പോവും. വീണ്ടും ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ 3 പോവും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇൻസേർഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 8 കൊടുക്കുകയാണെങ്കിൽ 8 അവിടെ ഇൻസേർട്ട് ആവും. വീണ്ടും നമുക്കൊരു സ്പേസും കൂടി അവിടെ ഫ്രീ ഉണ്ട്, 9 കൊടുക്കാം. വീണ്ടും ഞാൻ ഇൻസേർഷൻ കൊടുത്താൽ നമുക്ക് സ്പേസ് ഇല്ല എന്നാണ് വരിക. അപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് 3, 4, 6, 8, 9 ഉണ്ടോ. ഇതൊരു ഡബിൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആണ്. കാരണം 3, 4, 6 ആദ്യം പ്രിൻ്റ് ചെയ്തു. പിന്നെ സർക്കുലാർ ഫാഷനിൽ 8ഉം 9ഉം പ്രിൻ്റ് ചെയ്തു. നമുക്ക് പ്രിൻറ്റിങ് കാണുമ്പോൾ മനസ്സിലാവില്ല എന്താണ് വ്യത്യാസം എന്നുള്ളത്. ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, സപ്പോസ് നമ്മുടെ ക്യൂ ഇങ്ങനെയാണ് ഇരിക്കണതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് 0യും റയർ എന്ന് പറയുന്നത് 4ഉം ആണ്. അതായത് ഫ്രണ്ട് ചെറുതും റയർ വലുതുമാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ നോർമൽ ഫോർ ലൂപ്പ് നമുക്ക് ആവശ്യം വരുള്ളൂ. അതായത് ഫോർ i ഈക്വൽ ടു ഫ്രണ്ട് i ലെസ് ദാൻ ഓർ ഈക്വൽ ടു റയർ i പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞ ഫോർ ലൂപ്പ് ഇട്ട് നമ്മൾ ജസ്റ്റ് ക്യൂ ഓഫ് ഐനെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചാൽ, ഞാൻ ഫുള്ളായിട്ട് എഴുതുന്നില്ല, ക്യൂ ഓഫ് ഐനെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചാൽ നമുക്ക് നോർമൽ കിട്ടും. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അതായത് 2 ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, 4 ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. 6 ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം 10ഉം 11ഉം 12ഉം വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതായത് 10, 11, 12. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഫ്രണ്ട് എന്താണ്? ഫ്രണ്ട് എന്ന് പറയുന്നത് 3 ആണിപ്പോൾ, അല്ലേ? റയർ എന്ന് പറയുന്നത്
ഇപ്പോൾ 2 ആണ്. ഓക്കെ, ആവശ്യമില്ലാത്തത് നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഇങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് നോക്കിയേ, ഫ്രണ്ട് 3ഉം റയർ 2ഉം, ഫ്രണ്ട് ചെറുതും റയർ വലുതും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം 8, 9 പ്രിൻ്റ് ചെയ്യേണ്ടി വരും, എന്നിട്ടാണ് 10, 11, 12 പ്രിൻ്റ് ചെയ്യേണ്ടത്. സോ ഹിയർ നമുക്ക് 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും. ആദ്യത്തെ ഫോർ ലൂപ്പിൽ നമ്മൾ എന്ത് പറയും? ഫോർ i ഈക്വൽ ടു ഫ്രണ്ട് തുടങ്ങിയാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഒരു അറ്റം വരെയാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ i ഈക്വൽ ടു ഫ്രണ്ട് i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് 1 i പ്ലസ് പ്ലസ് എന്ന് പ്രിൻ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് q ഓഫ് iനെ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ പ്രിൻ്റ് ചെയ്ത് കിട്ടും? 8ഉം 9ഉം പ്രിൻ്റ് ചെയ്ത് കിട്ടും. കാരണം n-1 എത്തി. അടുത്ത ഫോർ ലൂപ്പിൽ നമ്മൾ എന്ത് പറയേണ്ടി വരും? ഫോർ i ഈക്വൽ ടു 0 i ലെസ് ദാൻ ഓർ ഈക്വൽ ടു റെയർ i പ്ലസ് പ്ലസ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പ്രിൻറ്റിങ് നടക്കുക. 10, അതുപോലെ 11, അതുപോലെ 12 പ്രിൻറ്റിങ് നടക്കുക. ഓക്കെ, so that is all about the circular queue. So thank you for watching the video. If you have any doubts, please put it in the comment box. Thank you once again. Okay, bye.